വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമിസാണ്. മക്കളെ, നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ. ഒരുപാട് പുതിയ കാര്യങ്ങൾ എന്റെ കുട്ടികൾ പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. നമ്മുടെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ MCQസിനെ എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക? അതിനാദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരുപാട് സമയം പുസ്തകം വായിക്കുക. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കുക എന്നുള്ളതാണ്. കാരണം NCERTയിലെ ഏത് റീജിയണിൽ വേണമെങ്കിലും എന്റെ കുട്ടികളോട് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. അതാണ് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. അലൂമിനിയം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് അലൂമിനിയം ആർ റെസ്പോൺസിബിൾ ഫോർ ദ സെയിം? നമുക്കറിയാം മെറ്റൽസ് എസ്പെഷ്യലി നമ്മൾ അലൂമിനിയത്തിനെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ അല്ലെ, നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മെറ്റൽസിന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏത് ക്യാരക്ടേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്കിംഗ് യൂട്ടൻസിൽസ് ഉണ്ടാക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഡക്റ്റിലിറ്റി, മെറ്റാലിക് ലസ്റ്റർ അല്ലെ. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മെറ്റൽസിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലെ. നമ്മളൊരു നല്ല ചൂടുള്ള ഭക്ഷണം ഒരു അലൂമിനിയം പാത്രത്തിൽ എടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. എന്താ കാരണം? ആ ഫുഡിൽ ഉണ്ടായിരുന്ന ഹീറ്റ് എനർജീനെ നമ്മുടെ മെറ്റൽ കണ്ടക്ട് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നു അല്ലെ. അതിനെയാണ് നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു പാത്രത്തില് കുക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിന് തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല എങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫുഡ് ഹീറ്റിൽ കിട്ടോ? തെർമൽ കണ്ടക്ടിവിറ്റി ഇല്ല എങ്കിൽ ആ ഫുഡ് കുക്കായിട്ട് വരുമോ? ഇല്ല. അപ്പോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് വായിച്ചേ. ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണോ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ പറയും മിസ് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം എന്ന് പറയില്ലേ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവാണ് അല്ലെ. ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാനുള്ള എബിലിറ്റി ആണ്, അതും വേണ്ട. ഇനി മെറ്റാലിക് ലസ്റ്റർ, നല്ല തിളക്കമുള്ള പാത്രമാണോ നമ്മൾ നോക്കേണ്ടത്, അതോ മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള പാത്രമാണോ നോക്കേണ്ടത്? നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതാണ് നമ്മൾ വാങ്ങേണ്ടത് അല്ലെ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പോറസ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എമംഗ് മെറ്റൽസ്, അതായത് തെർമൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കുറവുള്ളത് ഏത് മെറ്റൽ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓരോ മെറ്റൽ എടുത്താലും അവരുടെയൊക്കെ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിഫറെന്റ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ നന്നായി കാണിക്കുന്ന നമ്മുടെ സിൽവർ, കോപ്പർ, അലൂമിനിയം ഒക്കെ തന്നെയാണ്. അതിൽ എക്സെപ്ഷണൽ കേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളുണ്ട്, ലെഡ് എടുത്താൽ ഒരു മെറ്റൽ ആണ്, ബട്ട് സ്റ്റിൽ നമ്മുടെ ലെഡിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബെൽസ് ആൻഡ് സ്ട്രിങ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൈക് സിത്താർ ആൻഡ് വയലിൻ? ഇപ്പൊ നമ്മൾ വയലിൻ ഉണ്ടാക്കാറുണ്ട്, ഗിത്താർ ഉണ്ടാക്കാറുണ്ട്, സിത്താർ ഉണ്ടാക്കാറുണ്ട് അല്ലെ, വീണ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മെറ്റൽസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോ മെറ്റൽസിന്റെ ഏത് പ്രോപ്പർട്ടി വെച്ചിട്ടാണ്? ഇപ്പൊ നമുക്കറിയാം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ മെറ്റൽസിന്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അതായത് സോണോറസ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ ഹാമർ ചെയ്ത് കഴിഞ്ഞാൽ തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും അല്ലെ. അങ്ങനെയാണ് നമ്മൾ മാലിയബിലിറ്റി. അപ്പൊ ഡക്റ്റിലിറ്റി ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈൻ വയേഴ്സ്, നേർത്ത കമ്പികളാക്കി മാറ്റുന്നു. നമ്മുടെ കോപ്പർ വയേഴ്സ്, അലൂമിനിയം വയേഴ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അത് ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. കണ്ടക്ടിവിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോ സോണറസ്നെസ്, അതായത് ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഔട്ട് ഓഫ് ഫോളോയിങ് ഈസ് ദ കറക്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ദ ഗിവൺ മെറ്റൽസ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി? അപ്പൊ മക്കളെ, റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ നമുക്ക് തന്നിട്ടുള്ള മെറ്റൽസിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. നോക്കിക്കേ, സിങ്ക്, അയൺ, മഗ്നീഷ്യം, സോഡിയം. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിനെ അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന
പറയുന്ന ഓർഡറിൽ അല്ലെ അസെൻഡിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സീരീസ്, അതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് എടുത്താൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റിയുള്ള മെറ്റൽ എന്ന് പറയുന്നത് പൊട്ടാസ്യം ആണ്. അതിനുശേഷം വരുന്ന ആളേതാ മക്കളെ? സോഡിയം ആണ്, പിന്നെ കാൽഷ്യം. അപ്പൊ നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസിന് താഴേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഗോൾഡ് പ്ലാറ്റിനത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സോഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്. അതിനുശേഷം ഈ തന്നിട്ടുള്ള ഓർഡർ എടുത്തു കഴിഞ്ഞാൽ സോഡിയത്തെക്കാൾ റിയാക്ടിവിറ്റി കുറവുള്ള ആളെന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. പിന്നീട് നമ്മുടെ സിങ്ക് വരുന്നു, അയൺ ആണ് നാലാമത് വരുന്നത്. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം, മഗ്നീഷ്യം, സിങ്ക്, അയൺ. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ മക്കളെ റിയാക്ടിവിറ്റി സീരീസ് കറക്റ്റ് ഓർഡറിൽ എന്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the process in which a carbonate ore is heated strongly in the absence of air to convert it into metal oxide. അപ്പൊ നമുക്കറിയാം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് കാർബണേറ്റുകളെയൊക്കെ അതിന്റെ മെറ്റൽ ഓക്സൈഡുകളാക്കി കൺവേർട്ട് ചെയ്യും അല്ലെ. എക്സ്ട്രാക്ഷൻ കൂടുതൽ ഈസി ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ രണ്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. ഒന്ന്, നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ഈ പറഞ്ഞ ഓറിനെ അതിന്റെ എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ ചെയ്യാ മക്കളെ? അതിനെ നമ്മൾ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. കാൽസിനേഷനും റോസിങ്ങും. അപ്പൊ കാർബണേറ്റുകളെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്താലാണ് കറസ്പോണ്ടിങ് ഓക്സൈഡുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുക. അപ്പൊ ആബ്സെൻസ് ഓഫ് എയറിന്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? കാൽസിനേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ കാൽസിനേഷൻ വഴി കാർബണേറ്റുകളെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡുകളാക്കി മാറ്റി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതേപോലെ ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടു വാച്ച് അവർ ചാനൽ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാനും ഒക്കെ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അടുത്തേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലൈവുകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.